അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്ന് കാണിക്കുന്നത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പാറപ്പള്ളി മക്കാമും പരിസരവുമാണ്. കൊയിലാണ്ടിയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കണ്ണിന് കുളിർമയേകുന്ന ഒരു കുന്നിൻ മുകളിൽ അതിനോട് ചേർന്ന് കുറേ പാറക്കെട്ടുകളും തൊട്ടടുത്ത് തന്നെ പരന്നു കിടക്കുന്ന കടൽ തീരവുമുള്ള ഈ സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാൽപാദമുള്ളത്. അതുപോലെ തന്നെ ബദരീങ്ങളിൽപ്പെട്ട പ്രമുഖനായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു അടക്കം ഒരുപാട് സ്വഹാബി ത്വാബികളുടെ മക്ബറയും അവർ വിശ്രമിച്ച സ്ഥലവും അതുപോലെ തന്നെ ഔലിയ കിണറും തുടങ്ങി ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട്. ആദ്യം ഞാൻ പോകുന്നത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാൽപാദമുള്ള കാലടയാളമുള്ള പാറ കാണിക്കാനാണ്. ഇതാണ് ആ പാറ. ഇത് ഇവിടെയുള്ള പള്ളി പുനർനിർമ്മിച്ചപ്പോൾ ഇവിടത്തേക്ക് മാറ്റി സ്ഥാപിച്ചതാണ്. ആ പള്ളി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ മുൻവശത്തായിരുന്നു. സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റി ചില്ലിൻ്റെ ഉള്ളിലാക്കി വെച്ചതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ സിയാറത്തിനൊക്കെ ആയിട്ട് ആളുകളുടെ ഒഴുക്കാണ് ഇപ്പോൾ പാറപ്പള്ളിയിലേക്ക്. നല്ല വെയിലുള്ള സമയം കൂടിയാണ്. മറ്റു കാഴ്ചകളും കാണാം. ഹിജ്റ 21 അറേബ്യയിൽ നിന്നും കേരളത്തിലെത്തിയ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ആണ് ഈ പള്ളി നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പള്ളിയെ കൂടാതെ ഒരുപാട് പള്ളികൾ മാലിക് ദീനാറും സംഘവും ഇസ്ലാമിക പ്രബോധനാർത്ഥം കേരളത്തിലെത്തിയപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെയാണ് തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തായിട്ട് ബദരീങ്ങളിൽ തന്നെപ്പെട്ട മറ്റ് സ്വഹാബികളുടേതും താബികളുടേതുമൊക്കെ മക്ബറകളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പോകണം. അവിടുന്ന് വീഡിയോ നല്ല രൂപത്തിൽ എടുക്കാൻ നമുക്ക് പറ്റലുണ്ടാവില്ല. ഇതാണ് ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളിലേക്ക് തന്നെ മടങ്ങാം. ഈ കാണുന്നതും അവരുടെ കൂട്ടത്തിൽ പെട്ട ആളുകളുടെ മക്ബറയാണ്. പഴയ രൂപത്തിലുള്ള മീസാങ്കല്ലും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. ആ കാണുന്നതൊക്കെ അതിലൊക്കെ മക്ബറകൾ തന്നെയാണ്. ഇവിടെ 2 ആളുകളുടെ മക്ബറ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 2 ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് 2ഉം 3ഉം ഒക്കെ ആളുകളാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇത് ഒരു ഭാഗം താഴ്ചയുള്ള പ്രദേശമാണ്. കടലിനോട് ചേർന്ന് കൊണ്ടുള്ള പ്രദേശമാണ്. ഇനി നമുക്ക്
ബഹുമാനപ്പെട്ട ഹിളർ അലൈഹിസ്സലാമിൻ്റെ പേരിലുള്ള ഹിളർ മസ്ജിദിൻ്റെ തൊട്ടടുത്തേക്ക് പോകണം. അതിൻ്റെ മുമ്പായിട്ട് അത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെയുമുണ്ട്. ഇവിടെ എത്ര ആളുകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരാളെ മക്ബറയായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇതാണ് ബഹുമാനപ്പെട്ട ഹിളർ നബി അലൈഹിസ്സലാമിൻ്റെ പള്ളി, ഹിളർ മസ്ജിദ് എന്നറിയപ്പെടുന്ന മസ്ജിദ്. ഇവിടെ നിസ്കാരവും കാര്യങ്ങളൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഹിളർ നബി അലൈഹിസ്സലാം ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. പല പ്രമുഖരായ ആളുകളും ഈ പരിസരത്ത് വെച്ച് ഹിളർ നബി അലൈഹിസ്സലാമിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇത് കടലിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടുന്ന് നേരെ ഇറങ്ങുന്നത് കടലിലേക്കാണ്. അതുപോലെ തന്നെ കടലിൻ്റെ അടിയിൽ ഈ ഭാഗത്ത് ഒരു മക്ബറ ഉണ്ട്. കറക്റ്റ് എവിടെയാണ് ഇപ്പം കാണുന്നില്ല. ഏതായിരുന്നാലും കടലിൻ്റെ തിരമാല അടിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു പാറയുടെ അടിയിലാണ് ആ മക്ബറ ഉള്ളത്. അതുപോലെ തന്നെ ഔലിയ വെള്ളം ഈ കിണറിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത് കൊണ്ടുപോയി കുടിച്ചാൽ രോഗത്തിന് ശമനമുണ്ട് എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നു. ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് ഇവിടെ നിന്നും കുപ്പിയിലും കന്നാസുകളിലുമൊക്കെ ആക്കി വെള്ളങ്ങൾ ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. പാറപ്പള്ളിയുടെ ചരിത്ര വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.